വാർമ്മയൊന്ന് അടങ്ങ്. ഇനി എന്തടങ്ങാനോ? പണ്ടാണങ്ങനെ ബാക്കിയുള്ളൂ. അവന്മാരുടെയും ആ പരട്ട കിളവന്റെയും മുന്നിലാണ് നാണം കെട്ട് വാലും ചുരുട്ടി പോരേണ്ടി വന്നത്. വിട്ടുകളയേട്ടാ, വേവോളം ശ്രമിച്ചില്ലേ, ഇനി ആറോളം ശ്രമിച്ചാ എന്താ? നന്ദനപുറമ പറഞ്ഞതാ എന്റെ ശരി. അതെടുത്ത് മോന്തിയാച്ചേ എഴുന്നേറ്റ് പൊയ്ക്കോളണം, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. കൂടി വന്നാ 1-2 ദിവസം, അത് കഴിഞ്ഞ പിന്നെ എല്ലാം നമുക്കല്ലേ. നീയും ഇവരെ പോലെ മണ്ടനായാലോ? ഇവന്മാര് 10-25 കൊല്ലം കോടതിയിൽ കേസ് വാദിച്ചതും അനന്തൻ ഇത്രയും കാലം കോടതിയുടെ പടി കയറാത്തതും ഒരുപോലെ. നിനക്കറിയാമോ, അവന്റെ ഉള്ളിൽ നാരായണക്കുറുപ്പിനോടും നമ്മളോടും ഒക്കെ ഒടുങ്ങാത്ത പകയാ. അതിന്റെ ഇടയിൽ ആ കാര്യസ്ഥനും അയാളുടെ മോളും കൂടി പൂങ്കണ്ണീര് ഒലിപ്പിച്ചോണ്ട് ചെന്ന അത് പിന്നെ സഹതാപമായി, പ്രേമമായി, കൊലക്കേട മൂടും തേങ്ങാക്കൊലയൊക്കെ ആവില്ലെന്ന് ആര് കണ്ടു? നമ്മൾ അവനെ തോൽപ്പിച്ചെന്ന് മനസ്സിലാവുമ്പോൾ അവൻ മറ്റെന്തെങ്കിലും കുറച്ചൊപ്പിച്ചു വയ്ക്കും. 10-40 കൊല്ലം കൊട്ടാരത്തിലെ കാര്യസ്ഥനായിരുന്ന അയാൾക്ക് താമസിക്കുന്ന ഭൂമി കൊടുക്കണമെന്ന് കോടതി പറഞ്ഞ നമ്മൾ പിന്നെ ദേ ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. അതിനു മുമ്പ് ആ തന്തയും മോളെ അവിടുന്ന് പുകച്ചു പുറത്തി അടിക്കണം. എങ്ങനെ? കാണിച്ചു തരാം. കാര്യസ്ഥനെ മകളെ ആ വർമ്മയും കൂട്ടിന് കുടിയൊഴിപ്പിക്കുന്നു. മര്യാദയ്ക്ക് മോളെ വിളിച്ചോണ്ട് ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. ഇല്ല, തമ്പുരാൻ എനിക്ക് തന്ന മണ്ണ ഇത്. ഇവിടെ വിട്ട് ഞാനെങ്ങും പോവില്ല. നായേ, തമ്പുരാൻ നിനക്ക് തന്ന മണ്ണോ? തൊട്ടവര് ആടിച്ച് വീഴ്ത്തണവനെ. അയ്യോ, തമ്പുരാനായിരുന്നു.
ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് വരെ അവകാശവും പറഞ്ഞ് തമ്പുരാക്കന്മാരി മുറ്റത്ത് കാലുകുത്തിയ ഇനി ഭൂമി കുത്താൻ കാലുണ്ടാവില്ല. ചവിട്ട് കുടിക്കും ഞാൻ. നന്ദിയുണ്ട്. എന്റെ തന്തയില്ലായ്മയാണ് ഈ കാണിച്ചത്. 19 വർഷം സ്ഥിരമായിട്ട് താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഒഴിപ്പിക്കാന്ന് പറഞ്ഞാൽ വകുപ്പ് വേറെയാണ്. ലാൻഡ് ട്രിബ്യൂണലാണ് കേസെന്ന് ഞാൻ വക്കീലിനെ ഓർമ്മിപ്പിച്ചതായിരുന്നു. എന്തായാലും ഇന്നിനി നിങ്ങൾ അങ്ങോട്ട് പോകണ്ട. വിഷപ്പാമ്പുകളെയല്ലേ നോവിച്ചു വിട്ടിരിക്കുന്നത്. ഏയ് അവര് വിഷപ്പാമ്പൊന്നും അല്ലണ്ണാ, വെറും ഓലപ്പാമ്പുകളാ. ഞാൻ ഞൂലും തലപൊക്കി തുടങ്ങി. എന്തോന്ന് ഇത്രയും കാലം കാത്തു സൂക്ഷിച്ചിട്ട് അവസാനം ഈ കൊട്ടാരം അന്യാധീനപ്പെട്ടു പോണത് കാണേണ്ടി വന്നല്ലോ എന്ന് ഓർക്കുമ്പോ അവകാശികളില്ലാത്ത മാണിക്യം കിട്ടാൻ 1000 പേരെ കൊതിക്കും. നമ്മളൊക്കെ ഇവിടത്തെ കാവൽക്കാര് മാത്രം. ഉടയവരെത്തുമ്പോ തിരിച്ചേൽപ്പിച്ച് മടങ്ങുക. അതിനപ്പുറം ഒരു സെന്റിമെന്റ്സും ഒന്നിനോടും വേണ്ട. എല്ലാം മറന്നേക്കാന്ന്. ഈ ജന്മം അതിന് പറ്റില്ല. ഓർമ്മ വെച്ച നാള് മുതൽ ഞാൻ കണ്ടു തുടങ്ങിയതാ ഈ കൊട്ടാരം. ഈ മണ്ണ് കിടന്ന് എന്നെ മരിക്കണം. ഒക്കെ ഒരു മോഹ നടക്കില്ല എന്നറിയാം. ഒന്നും നമുക്ക് സ്വന്തമായിരുന്നില്ലല്ലോ അച്ഛ. സ്വന്തം നമ്മൾ കരുതിയതല്ലേ. എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ വലുതല്ലല്ലോ അച്ഛ ഇനി നഷ്ടപ്പെടാനുള്ളത്. ഒന്നിനും കഴിവില്ലാത്ത ഈ അച്ഛന്റെ മകളായി പറഞ്ഞല്ലോ മോളെ നീ. എന്റെ മോളെയും വിളിച്ചുകൊണ്ട് ഞാൻ എങ്ങോട്ട് ഇറങ്ങി പോകൂ എന്റെ ഭഗവതി. ഈ ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. പെരുവഴിയിലൊന്നുമല്ല ഞങ്ങൾ ജനിച്ചത്. വലുതല്ലെങ്കിലും എനിക്കുണ്ടൊരു വീട്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നൊരു അമ്മയുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ വിരോധമില്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് വരാം. ഒരു കാര്യസ്ഥനായിട്ടല്ല, ഒരു കാരണവരായിട്ട്. ആനന്ദ ആനന്ദ കള്ളു കുടിച്ചിട്ടില്ലേ? അവല്ല, കല്ലറയുടെ അടുത്ത് ആരോ നിൽക്കുന്നു. എവിടെ? അവിടെ നിൽക്കുന്ന ഞാൻ കണ്ടതാ. വെറുതെ കിട്ടുന്ന വെച്ച് മൂക്കറ്റം കയറ്റരുത്. കള്ളു കുടിച്ചിട്ട് പിച്ചും പെയ്യും പറയുന്നത്. ഇത് പിച്ചല്ല, പേയ്താൻ. ഇനി യക്ഷി വേഷം കളഞ്ഞിട്ട് ആ സാക്ഷി സദാനന്ദൻ യക്ഷന്റെ വേഷം കിട്ടിയതാണെങ്കിലോ? നീ എന്തിനാ വേഷം മാറി അവിടെ പോയി നിന്നത്? ഞാനല്ല, അവിടെ ഒരു വെളുത്ത രൂപം. ഞാൻ പറഞ്ഞില്ലേ?
അല്ലേ? ആ, ഞാൻ മോഹനവർമ്മ. നിങ്ങൾ മരിച്ചു എന്ന് കരുതിയ മോഹനവർമ്മ. സ്വയം നിയന്ത്രിച്ച് ചികിത്സയ്ക്ക് വിധേയനായി കഴിഞ്ഞിരുന്ന ഞാൻ കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴാണ് ഒരു സത്യം മനസ്സിലാക്കിയത്. സ്നേഹം നടിച്ച് ഹോസ്പിറ്റലിൽ എന്നെ കാണാനെത്തിയ മഹാദേവ ഓർമ്മയുടെ നിർദ്ദേശമനുസരിച്ച് മരുന്നിനോടൊപ്പം എനിക്ക് തന്നിരുന്നത് മയക്കുമരുന്നുകൾ തന്നെയായിരുന്നു എന്ന്. അതറിഞ്ഞ ദിവസം ഞാൻ അവിടെ നിന്ന് ഒളിച്ചോടി. പിന്നെ ഞാൻ എത്തിപ്പെട്ടത് ഒരു ആശ്രമത്തിലായിരുന്നു. ഓർമ്മകളെല്ലാം മറഞ്ഞു പോകാൻ തുടങ്ങിയ എന്റെ തലച്ചോറിലേക്ക് എല്ലാം തിരിച്ചു കൊണ്ടുവന്നത് ആശ്രമത്തിലെ ചികിത്സയും ധ്യാനവുമായിരുന്നു. ഇപ്പോ നീ എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ലെന്ന സന്തോഷം മാത്രമേ ബാക്കിയുള്ളൂ. നന്ദിയുണ്ട് ഇത്രയും കാലം എന്നെ കാത്തിരുന്നതിന്, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എന്റെ ആയുസ് കൂട്ടി തന്നതിന്. അനന്ത, ആരുമില്ലാത്തവരെയൊക്കെ കാത്തിരക്ഷിച്ചതിന് എങ്ങനെയാ നന്ദി പറയേണ്ടത് എനിക്കറിയില്ല. സത്യത്തിൽ നന്ദി പറയേണ്ടത് ഞാനല്ലേ തമ്പുരാനെ. സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഈ കൊട്ടാരത്തില് കുറച്ചു ദിവസമെങ്കിലും താമസിക്കാൻ കഴിഞ്ഞു തന്നെ ഒരു മഹാഭാഗ്യം. ഇനി നിങ്ങളെ ഇവിടുന്ന് ആരും ഇറക്കി വിടില്ല. ആശിച്ചതുപോലെയൊക്കെ നടക്കുകയും ചെയ്യും. എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് തീർച്ചപ്പെടുത്തിയതൊക്കെ ഈശ്വരൻ തിരിച്ചു തന്നപ്പോ സന്തോഷായില്ലേ? പിന്നെ നിങ്ങളുടെയൊക്കെ ഈ ഒത്തുചേരലിനൊരു നിമിത്തമാവാൻ കഴിഞ്ഞു തന്നെ സന്തോഷം. കഴിഞ്ഞതൊക്കെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഓർമ്മകളായിട്ട് അങ്ങോട്ട് മറക്കുക. ഇനിയിപ്പോ അതിന് രോഹിണിയും കൂട്ടിനുണ്ടാവുമല്ലോ. അനന്ത, എത്ര ശ്രമിച്ചിട്ട് മറക്കാൻ പറ്റാത്ത ചില ഓർമ്മകൾ എന്റെ മനസ്സിൽ കിടന്ന് നേറുന്നുണ്ട്. അതടങ്ങണമെങ്കിൽ എനിക്ക് ചിലത് ചെയ്തു തീർക്കണം. അതിന് അനന്തന്റെ സഹായം എനിക്ക് ആവശ്യമാണ്. അനന്തനോട് എനിക്ക് ചിലത് പറയാനുണ്ട്. വരൂ.